ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തേത് ചെറിയൊരു കുട്ടി വ്ളോഗാട്ടോ. കഴിഞ്ഞ ദിവസം ഇവിടെ ഹലോ കേപ്പ് ബ്രിട്ടൻ എന്ന് പറയുന്ന ഒരു ഇവൻറ്റ് നടക്കുന്നുണ്ടായിരുന്നു. അതൊരു മൾട്ടി കൾച്ചറൽ ഇവൻ്റാണ്. നമ്മുടെ പോർട്ട് ഓഫ് സിഡ്നിയിൽ വെച്ചിട്ടാണ് ഈ ഇവൻറ്റ് നടന്നത്. അപ്പം അതിന് ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തതും അവിടുത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പം കാലത്തൊരു 9-9:30 ആയപ്പോൾ വെന്യൂവിൽ എത്തിയത് കേട്ടോ. അപ്പോൾ അവിടെ പ്രിപ്പറേഷൻസൊക്കെ നടക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. കഴിഞ്ഞ തവണയും ഈ സെയിം വെന്യൂവിൽ തന്നെയായിരുന്നു ഇവൻറ്റ്. പക്ഷെ അന്നേരം നമുക്ക് ടേബിൾസിൻ്റെ ബാക്ക് ഡ്രോപ്പായിട്ട് ബ്ലാക്ക് കേർട്ടൻസ് ഉണ്ടായിരുന്നു, ഫ്ലോർ ലെങ്ത് കേർട്ടൻസ്. അപ്പം ഞാൻ ആ ഒരു കാൽക്കുലേഷനിൽ ഇത്തവണ കുറച്ച് പെയിൻറ്റിങ്സും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, കേർട്ടനിൽ തൂക്കാം എന്ന് ഓർത്തിട്ട്. പക്ഷേ അതില്ലായിരുന്നത് കൊണ്ട് ഞങ്ങളൊരു മേക്ക് ഷിഫ്റ്റ് ബാക്ക് ഡ്രോപ്പ് ഒക്കെ ഉണ്ടാക്കി പെയിൻറ്റിങ്സ് ഒക്കെ ഹാങ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ കയ്യിൽ കുറച്ച് ഇന്ത്യൻ ജ്വല്ലറിയും പിന്നെ നമ്മുടെ മയിൽപ്പീലി, മാരിഗോൾഡ് ഫ്ലവർ, ജാസ്മിൻ ഫ്ലവർ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ടേബിളിൽ അതൊക്കെ ആയിട്ട് ഞാനിങ്ങനെ സെറ്റ് ചെയ്തു. പിന്നെ എന്നെ ഹെൽപ്പ് ചെയ്യാൻ കുറച്ച് വോളണ്ടിയേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ആ ഹാളിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാനായിട്ടൊക്കെ പുറത്തേക്ക് പോയി. അപ്പോഴത്തേക്ക് ഓൾറെഡി ആൾക്കാരൊക്കെ വരുന്നുണ്ടായിരുന്നു. 12 മണിക്കാണ് ഇവൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിലും ഒഫീഷ്യലി അതിന് മുന്നേ ആൾക്കാരൊക്കെ വന്ന് നമ്മുടെ ടേബിളിലൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഹാളിലേക്കുള്ള എൻട്രൻസ്. നമ്മൾ ഹാളിലൂടെ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ഫസ്റ്റ് ഡിസ്പ്ലേ നമ്മുടെ ആയിരുന്നു. അപ്പം ഇതായിരുന്നു നമ്മുടെ ടേബിളിൻ്റെ ഒരു ഫൈനൽ സെറ്റപ്പ്. നമ്മുടെ സ്പൈസസും കാര്യങ്ങളൊക്കെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. ചെറിയൊരു വീഡിയോ മോണ്ടാജ് പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവൻറ്റ് ത്രൂ ഔട്ട് ഇത് കാണാൻ വരുന്ന ആൾക്കാരിങ്ങനെ ഓരോ ടേബിളിലും വന്ന് നമ്മളോട് ഇൻട്രാക്ട് ചെയ്യും. നമ്മുടെ കൾച്ചറിനെ പറ്റി ഓരോ കാര്യങ്ങളൊക്കെ അവരിങ്ങനെ ചോദിക്കും. എല്ലാവരും ഇങ്ങനെ ഭയങ്കര ക്യൂരിയസ് ആണ് മറ്റുള്ള നാടുകളിലെ കാര്യങ്ങളൊക്കെ കാണാനും അവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിയാനും. അപ്പോൾ അധികം തിരക്കാവുന്നതിന് മുന്നേ ഞാൻ പെട്ടെന്ന് ബാക്കി ടേബിൾസിലൊക്കെ പോയി എങ്ങനെയുണ്ട് അവിടുത്തെ ഡിസ്പ്ലേ എന്നൊക്കെ കാണാനായിട്ട്. ഇത് ഉക്രൈൻ്റെ ടേബിളാണ്. അടുത്തത് മൊറോക്കോ ആയിരുന്നു. അവരും അവരുടെ കുറേ കൾച്ചറലി സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ടേബിളിൽ ഇതേപോലെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു ഇറാൻ്റെ ടേബിള്. ഇതിൽ അവരുടെ ഒരു ഫെസ്റ്റിവലിന് അവർ പ്രിപ്പയർ ചെയ്യുന്ന ഫീസ്റ്റിൻ്റെ റെപ്രസെൻറ്റേഷൻ ആയിരുന്നു അവരുടെ ഡിസ്പ്ലേ. അവരുടെ ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് ആ ടേബിളിലുള്ള ആൾക്കാർ ഇരുന്നിട്ടുണ്ടായിരുന്നത്. നല്ല ഭംഗിയായിരുന്നു കാണാൻ. ഇത് ഫിലിപ്പീൻസിൻ്റെ ടേബിളാണ്. അവരുടെ ഇങ്ങനെ ലൈറ്റ്സ് ഒക്കെ ഇട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു കാണാൻ. പിന്നെ ഇവിടെ എലീനാസ് എന്ന് പറയുന്ന ഒരു ഫിലിപ്പീൻ സ്റ്റോർ ഉണ്ട്. അപ്പോൾ അവരുടെ ഒരു ചെറിയ ഡിസ്പ്ലേ ഉണ്ടായിരുന്നു ആ ടേബിളിൽ. ഇത് ഇവരുടെ ഒരു ഡാൻസ് ഉണ്ടായിരുന്നു, അവരുടെ ഒരു കോസ്റ്റ്യൂമാട്ടോ. ഇത് ഞാൻ നൈജീരിയയുടെ ടേബിളിൽ കണ്ട നമ്മുടെ ചെലങ്കയൊക്കെ പോലെയില്ലേ. ഇത് നേപ്പാളിൻ്റെ ടേബിളായിരുന്നു. നമ്മുടെ യോധ സിനിമയിൽ നമ്മൾ കണ്ടിട്ടില്ലേ നേപ്പാൾ. അപ്പോൾ അവരുടെ കുറേ കൾച്ചറൽ ഐറ്റംസൊക്കെ ടേബിളിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ സിഡ്നിയിൽ വന്നപ്പോൾ എൻ്റെ ആദ്യത്തെ ഫ്രണ്ട്സൊക്കെ നേപ്പാളിൽ നിന്നുള്ള ആൾക്കാരായിരുന്നു കേട്ടോ. ഭയങ്കര നല്ല ആൾക്കാരാണ്, നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു കമ്മ്യൂണിറ്റി അവരുടേത്. ഇത് ചൈനയുടെ ടേബിളായിരുന്നു. അവിടെ ഇതേപോലെ ഷാഡോ പപ്പറ്റ് ഷോ ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇത് അവരുടെ എന്തോ ഒരു ഡെക്കറേറ്റീവ് നോട്ടാണ്. അത് ലൈവായിട്ട് ഇങ്ങനെ പിള്ളേരിങ്ങനെ ഉണ്ടാക്കി വരുന്ന ഗസ്റ്റിനൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പിള്ളേരൊക്കെ പോയിട്ട് ഇങ്ങനെ പപ്പറ്റിൻ്റെ അടുത്ത് കളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് വിയറ്റ്നാമിൻ്റെ ടേബിളാണ്. അവരുടെ ആ ട്രഡീഷണൽ ഹാറ്റൊക്കെ അവിടെ കാണിച്ചേക്കുന്നത്. അപ്പം ആൾക്കാരൊക്കെ ഹാറ്റൊക്കെ വെച്ച് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു അവരുടെ ടേബിളിൽ. ഇത് കൂടാണ്ട് അക്രോസ് സിഡ്നിയുള്ള കുറേ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ അവരുടെ ഫുഡ് ഇവിടെ സെല് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം പല കൾച്ചറിൽ നിന്നുള്ള ഫുഡ് നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റും. ലൈക്ക് ലെബനീസ് ഫുഡ് ഉണ്ടായിരുന്നു, വിയറ്റ്നാമീസ്, ഇന്ത്യൻ, നൈജീരിയൻ, ചൈനീസ്, അങ്ങനെ പല റെസ്റ്റോറൻറ്റ്സ് അവരുടെ ഫുഡ് ഇവിടെ വന്ന് സെല് ചെയ്യുന്നുണ്ടായിരുന്നു. റെസ്റ്റോറൻറ്റിലുള്ള പ്രൈസിനെക്കാട്ടിലും കുറവാണ്, പക്ഷേ എന്നാലും നമ്മൾ കാശ് കൊടുത്തിട്ട് മേടിക്കണം. ഈ ഫുഡ് മാത്രമല്ല, സ്റ്റേജിൽ കൾച്ചറൽ ഇവൻറ്റ്സ് നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഗ്ലിംസ് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കാം.
അതായിരുന്നു എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് പെർഫോമൻസ്. അവർക്ക് ലൈവ് മ്യൂസിക് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു ചൈനീസ് ഡാൻസ് ഫോം എന്തോ ആണിത്. നല്ല ഭംഗിയായിരുന്നു കാണാൻ. പിന്നെ നമ്മുടെ സ്വന്തം തിരുവാതിര ഉണ്ടായിരുന്നു കേട്ടോ. ഇവൻറ്റിൻ്റെ ഇടയ്ക്ക് ഞാൻ ഭയങ്കര തിരക്കായിരുന്നതുകൊണ്ട് ഫുഡൊക്കെ ഞാൻ നേരത്തെ മേടിച്ച് വെച്ചു. പിന്നെ ഞാൻ വീട്ടിൽ വന്നാൽ ട്രൈ ചെയ്തത്. ഞാനൊരു ഫ്രൈഡ് റൈസ് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതെന്തോ ഒരു സ്റ്റീംഡ് വെജ് എന്തോ ഒരു സംഭവമാണ്, ചൈനീസ് ഫുഡായിരുന്നത്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് ജോളഫ് റൈസാണ് ഫ്രം നൈജീരിയ. പിന്നെ ഡെസേർട്ടായിട്ട് ഒരു ബൺ ഉണ്ടായിരുന്നു, ഹോങ്കോങ് ബൺ. ഞാൻ കരുതി ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിംഗ് ഉണ്ടാകുമെന്ന്, പക്ഷേ ജസ്റ്റ് ഒരു സ്വീറ്റ് ബൺ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഒരു നല്ലൊരു ലൈറ്റ് ഡെസേർട്ട്. അങ്ങനെ ഇവൻ്റൊക്കെ കഴിഞ്ഞ് ഞാൻ പോയിട്ട് നല്ലൊരു സൺസെറ്റൊക്കെ വാച്ച് ചെയ്ത് വീട്ടിൽ വന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ.